കാർഷിക മേഖലയിൽ? 25 കൊല്ലമായി ഇവിടെ തന്നെ. 25 വർഷമായിട്ട് കാർഷിക മേഖലയിൽ ടോട്ടൽ കാർഷിക മേഖലയിൽ 10-40 കൊല്ലമായി. 40 വർഷം. 40 വർഷത്തിലധികമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗത്തിൽ നിന്നും നമ്മളിപ്പോൾ രാസവളം കൊടുക്കാറുണ്ട്, അതുപോലെ ജൈവവളം കൊടുക്കാറുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വളങ്ങൾ കൊടുത്ത് മനസ്സുമെടുക്കുന്ന ഒരു കർഷകർ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനുള്ള ഒരു മാറ്റം ഒന്നും കൂടെ ഒന്ന് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതാണ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ വേറെ അടുത്ത പറമ്പിലെ കവുങ്ങ് വേണേൽ കാണിച്ചു തരാം. അതിന്റെ തന്നെ ഇപ്പോഴും മഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ കവുങ്ങ് മഞ്ഞിച്ച് പോയിട്ടാണ് നമ്മൾ ഈ 10-800 കവുങ്ങ് റീപ്ലാന്റ് ചെയ്ത് വെച്ചത്. അത് അന്നേരം തന്നെ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും പറഞ്ഞ് വെച്ചാൽ വിജയിക്കാല അങ്ങനെയാന്ന് പറഞ്ഞു. എന്നാലും നിങ്ങളുടെ ആ ധൈര്യത്തിന്റെ പുറത്താണ് എന്തായാലും വേണ്ടില്ല ഒന്ന് വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് വെച്ച് നോക്കി. ഇപ്പൊ ഇതാ വെച്ചിട്ട് ഞാൻ പറയാം, കുഴി വെച്ചിട്ട് ഇപ്പം 15 മാസമായുള്ളൂ. ആ കവുങ്ങ് കാണുന്നുണ്ടോ? അതിന്റെ ആ വളർച്ചയും ആ കരുത്തും കാണേണ്ടത് തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിന് എന്ത് സന്തോഷം അറിയാം അത് കാണുമ്പോൾ. അപ്പൊ അത് തന്നെയാണ് കർഷകരുടെ ആ ഒരു സന്തോഷം. ഈ ആ ഒരു സംസാരത്തിൽ നിന്ന് സന്തോഷം ഒരു സന്തോഷമുണ്ട്. കാരണം കാർഷിക മേഖല ഇങ്ങനെ മഞ്ഞളിപ്പൊക്കെ ബാധിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു ശാശ്വത പരിഹാരവുമായിട്ടാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ വരുന്നത്. ആ കവുങ്ങിൻ തോട്ടത്തിലേക്ക് നമുക്ക് പോകാം. ആ കവുങ്ങ് നമുക്ക് കാണാൻ പറ്റും. ഒരു 15 മാസമായിട്ട് ഇത് 800 കവുങ്ങിന് ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരുന്ന്. നല്ല റിസൾട്ടാണ് ഇത്. ഒരു പുള്ളിക്കുത്തോ ഒരു മഞ്ഞപ്പോ ഒന്നുമില്ല ഇതിന്. ഈ കവുങ്ങിൻ്റെ വെച്ചപ്പോൾ തൊട്ട് ഇത് ഒഴിച്ചതാണ്. യാതൊരു കുഴപ്പമില്ല, നല്ല ഇതാണ്. അതേസമയം അയൽവക്കത്തെ പറമ്പിലെ കവുങ്ങും എല്ലാം കാണാൻ മുഴുവൻ മഞ്ഞപ്പാണ്. അപ്പം അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത് വിജയിക്കാറാണ്. പക്ഷെ അപ്പം നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്തതാണ്. തീർച്ചയായും ഇത്തരം ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ നമ്മളും കൂടെ തയ്യാറാവുന്നതുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നെറ്റ്സർഫ് വലിയൊരു വിപ്ലവമാവുന്നത്. നമുക്ക് ഈ കവുങ്ങ് കാണുമ്പോൾ തന്നെ സന്തോഷ, ഈ കവുങ്ങ് എത്ര മാസം പ്രായമായതാണ്? ഇത് ഇപ്പം 15 മാസമായി നമ്മൾ കുഴി വെച്ചിട്ട് ഒരു പ്രായമാണ്. ഓക്കെ, 15 മാസം പ്രായമായ ഒരു കവുങ്ങിന്റെയാണ് ഇതിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും സന്തോഷന്റെ അഭിപ്രായത്തില് ഇത് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒരു 100 കവുങ്ങ് കായ്പിക്കും. ഉറപ്പായിട്ടും ചൊട്ടയിടും. അപ്പൊ അത്രയും ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന കവുങ്ങല്ലേ ഇത്? പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കവുങ്ങ് കർഷകർക്കും അതുപോലെ തന്നെ തെങ്ങ് കർഷകർക്കും എല്ലാത്തിനും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ്. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ തോട്ടം അതിന്റെ ഒരു മാറ്റം നമുക്ക് ഈ തോട്ടത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ തോട്ടം ഫുള്ളായിട്ട് കാണാം. ഓരോ കവുങ്ങും നമുക്ക് അതുപോലെയുള്ള വളർച്ച വന്നിട്ടുണ്ട്. മഞ്ഞളിപ്പോ അല്ല അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു തോട്ടത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ്സർഫിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ കവുങ്ങ് ഞാൻ ഒഴിക്കുവാണ്. 2 ലിറ്ററാണ് ഈ കവുങ്ങിന് ഒഴിക്കുന്നത്. ഇത് 15 മാസമായ കവുങ്ങാണ്. കുഴി വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലം മെയ് മാസത്തിൽ വെച്ചതാണ്. ഇത് കവുങ്ങിൻ്റെ തോട് പൊട്ടുന്നുണ്ടോ? പിന്നെ പച്ചപ്പ് ഈ ഏത് വേനൊക്കെ ഇത് നല്ല പച്ചപ്പായിരുന്നു. ഞങ്ങൾ ഇതിന് ചൂടുള്ള ഒന്നും കൊടുത്തില്ല. ആ പാട്ടിൽ ഉപ്പ് വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാലും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. സേതരെ 15 മാസം പ്രായമായ ഒരു കവുങ്ങിന് ഒഴിക്കുന്നതിന്റെയും അതോടൊപ്പം തന്നെ ഒഴിച്ചു കഴിഞ്ഞ റിസൾട്ടുമാണ് നമ്മുടെ സന്തോഷേട്ടൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ വളരെ നല്ല റിസൾട്ടാണ്. 15 മാസം പ്രായമായ ഒരു കവുങ്ങിന്റെ ചുവടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് ചുവട് വന്നു. സന്തോഷ, ഇത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് അടുത്ത വർഷം ഇത് കൊലച്ചു വരൂലേ? 800 കവുങ്ങുണ്ട്. 800 കവുങ്ങിന് എങ്ങനെയാണെങ്കിലും ഒരു 100 എണ്ണം ഉറപ്പായിട്ടും അടുത്ത കൊല്ലം കായ്ക്കും. അത് 3 വർഷം കായ്ക്കുന്ന ഒരു കവുങ്ങാണ്. പക്ഷെ 3 വർഷം മുന്നേ തന്നെ നമുക്ക് കായ്ക്കാൻ വേണ്ടി. ഇത് 15 മാസം പ്രായമായതാണ്. 27 മാസം കൊണ്ട് പ്രായമായത് നമുക്ക് കായ്ച്ചത് ചുള്ളിക്കരയിലുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും ആയി വരുന്നത്. അതിന്റെ ചുവടുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ നിതീഷ് തലത്ത് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് ജില്ലയിലെ പാലാവൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ഒരു 2 വർഷത്തിലധികമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ കവുങ്ങിനും തെങ്ങിനും ഒക്കെ ഉപയോഗിച്ച് വളരെയധികം റിസൾട്ട് ലഭിച്ച ഒരു തോട്ടത്തിലാണുള്ളത്. ഇവിടെ പ്രിയപ്പെട്ട പടിഞ്ഞാത്ത് ബേബിച്ചേട്ടന്റെ തോട്ടത്തിലാണ് നമ്മൾ ഇന്നത്തെ വളപ്രയോഗം നടത്താൻ വേണ്ടി പോകുന്നത്. നമ്മളെ കൂടിയുള്ളത് പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ്. നമ്മുടെ ഈ തോട്ടം എല്ലാം നോക്കുന്ന പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ്. സന്തോഷേട്ടന്റെ അനുഭവം നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ നമ്മുടെ കവുങ്ങിനും തെങ്ങിനും ഒക്കെ ഉണ്ടായ റിസൾട്ടുകൾ നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ ഈ ഒരു ഡ്രമ്മിലേക്ക് 150 ലിറ്റർ വെള്ളം ഈ ഒരു ഡ്രമ്മിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ ആദ്യമായി തന്നെ
നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളിൽ ഒന്നാമതാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമായി ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൈട്രജൻ. 300 ml നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ നെറ്റ്സർഫിന്റെ വളങ്ങൾ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് നൈട്രജൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് മൂലകങ്ങൾക്ക് ആവശ്യമായ NPK നൈട്രജൻ മിക്സ് ചെയ്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഫോസ്ഫേറ്റ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതേ അളവിൽ തന്നെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഫോസ്ഫേറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇനി മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൊട്ടാഷാണ്. കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ്യം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡ്രമ്മിലേക്ക് പൊട്ടാഷ്യം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തത് വളപ്രയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. വളപ്രയോഗത്തിന് വേണ്ടിയിട്ട് മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഈ ഷേത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നവും NPKയുടെ കൂടെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സസ്യത്തിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കായ്ഫലത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതോടൊപ്പം തന്നെ പച്ചപ്പിനെ സഹായിക്കുന്ന ഫോട്ടോസിന്തസിസ് ഒക്കെ കൃത്യമായി സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ചും അതേ അളവിൽ തന്നെ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു കമ്പ് കൊണ്ട് ഈ വെള്ളത്തെ ഒരു ക്ലോക്ക് ബേസിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ക്ലോക്ക് ബേസിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇതിനെ മിക്സ് ചെയ്യാണ്. കാർഷിക മേഖലയിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഓർഗാനിക് കാർഷിക മേഖലയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മൾ തെങ്ങിലേക്കും കവുങ്ങിലേക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട സന്തോഷത്തിനാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ തോട്ടത്തിൽ. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഇത് ഉപയോഗിച്ചതിനുള്ള ഗുണങ്ങൾ, ഉപയോഗിച്ചാൽ സസ്യത്തിന് ലഭിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അനുഭവം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സന്തോഷം, നമസ്കാരം. നമ്മളിത് ആദ്യം ചെയ്യുന്നത് മുതലുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് ചെയ്തു, അതുപോലെ രണ്ടാമത് മൂന്നാമതൊക്കെ ചെയ്യുന്നതിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇന്ന് ഇതിപ്പോൾ ഈ വർഷം മൂന്നാമത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായി ഈ ഒരു ഉൽപ്പന്നം മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സന്തോഷേട്ടൻ്റെ നേരിട്ടുള്ള അനുഭവം നമുക്കൊന്ന് മനസ്സിലാക്കാം. സന്തോഷം, നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ട് കർഷകരിലേക്ക് എത്തിക്കുക. കാരണം നമുക്ക് ഇതുപോലുള്ള വീഡിയോകളാണ് കർഷകരിലേക്ക് എത്തുന്നത്. ഇത് പരസ്യവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകളാണ് കർഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു ആത്മാർത്ഥമായ ഹൃദയത്തിൽ തട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം ഈ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട്. സാറിൻ്റെ ഒരു അനുഭവം കർഷകരിലേക്ക് ഒന്ന് പറഞ്ഞു തരും. നമ്മളിപ്പം ആദ്യമായിട്ട് കവുങ്ങിനാണ് ഒഴിച്ചത് തുടങ്ങിയത്. അപ്പം ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കവുങ്ങിനെല്ലാം കേടുവന്ന് മഞ്ഞൾക്ക് വന്നെല്ലാം പോയതാണ്. അപ്പോൾ പലരും പറഞ്ഞു ഇവിടെ കവുങ്ങ് കൃഷി ചെയ്ത് വിജയിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവർ പറഞ്ഞ ധൈര്യത്തിന് നമ്മൾ കവുങ്ങ് വെച്ചു. ഒരു 800ഓളം കവുങ്ങ് തൈ വെച്ചു. എന്നിട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ അതിന് ഒരു വർഷത്തിൽ 4 തവണ 3 തവണ വീതം ചെയ്തു. അപ്പോൾ കവുങ്ങ് കാണാൻ പറ്റും. അത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു. നല്ല പച്ചപ്പുമായിട്ട് നല്ല കരുത്തുമുണ്ട്. ഒറ്റ ഒരു കവുങ്ങിന് പോലും കേടില്ല. നമ്മുടെ ഇത് അത് പിന്നെ വീഡിയോ കാണുമായിരിക്കും. ഇപ്പം ഞങ്ങൾ ഒഴിക്കാൻ പോകുന്നത് ജാതിക്ക്, തെങ്ങിന്, കവുങ്ങിനും, വില്ല കവുങ്ങ്, കായുള്ള കവുങ്ങിനും, കായുള്ള തെങ്ങ്, അതേപോലെ ജാതി തൈക്കൊക്കെയാണ് ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. കവുങ്ങിന് ഒഴിച്ചു കഴിഞ്ഞ ദിവസം. ഇപ്പം ജാതിക്ക് വേണ്ടി ഒഴിക്കാൻ പോകുന്നു. നല്ല അനുഭവമാണ്. നമുക്ക് കവുങ്ങിന് 100% നല്ല അനുഭവമാണ്. ഈ തെങ്ങിനൊക്കെ നമ്മൾ അധികം ആയില്ല തുടങ്ങിയിട്ട്. അത് കാരണം അതിൻ്റെ ചെറിയൊരു മാറ്റം വന്ന് തുടങ്ങി. ഒരു തവണ തെങ്ങിന് ഒഴിച്ചുള്ളൂ. ഇത് 2ാമത്തെ തവണയാണ് ഒഴിക്കാൻ പോകുന്നത്. പക്ഷേ കവുങ്ങിന് 100% ഞാൻ അത്രയും ഗ്യാരണ്ടി ഉറപ്പ് പറയുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് അത്രയും അനുഭവം ഉണ്ട്. കാരണം മറ്റേ നമ്മൾ ഒഴിച്ച് വരുന്നേ ഉള്ളൂ. കാരണം നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. നല്ല അനുഭവം തോന്നി. സന്തോഷേട്ടൻ എത്ര വർഷമായി ഇവിടെ ഈ കാർഷിക മേഖലയിൽ? 25 കൊല്ലമായി ഇവിടെ തന്നെ. 25 വർഷമായിട്ട് കാർഷിക മേഖലയിൽ ടോട്ടൽ കാർഷിക മേഖലയിൽ 10-40 കൊല്ലമായി. 40 വർഷം. 40 വർഷത്തിലധികമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗത്തിൽ നിന്നും നമ്മളിപ്പോൾ രാസവളം കൊടുക്കാറുണ്ട്, അതുപോലെ ജൈവവളം കൊടുക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വളങ്ങൾ കൊടുത്ത് മനസ്സുമെടുക്കുന്നവരെ കർഷകർ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനുള്ള ഒരു മാറ്റം ഒന്നും കൂടെ ഒന്ന് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതാണ് ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഇവിടെ വേറെ അടുത്ത പറമ്പിലെ കവുങ്ങ് വേണേൽ കാണിച്ചു തരാം. അതിന്റെ എല്ലാം ഇപ്പോഴും മഞ്ഞിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ കവുങ്ങ് കൂടെ മഞ്ഞിച്ച് പോയിട്ടാണ് നമ്മൾ ഈ 10-800 കവുങ്ങ് റീപ്ലാന്റ് ചെയ്ത് വെച്ചത്. അത് അന്നേരം തന്നെ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും പറഞ്ഞു വെച്ചാൽ വിജയിക്കാല അങ്ങനെയാന്ന് പറഞ്ഞു. എന്നാലും നിങ്ങളുടെ ആ ധൈര്യത്തിന്റെ പുറത്താണ് എന്തായാലും വേണ്ടില്ല ഒന്ന് വെച്ച് നോക്കാം എന്നും പറഞ്ഞു വെച്ച് നോക്കി. ഇപ്പൊ ഇതാ വെച്ചിട്ട് ഞാൻ പറയാം, കുഴി വെച്ചിട്ട് ഇപ്പം 15 മാസമായുള്ളൂ. ആ കവുങ്ങ് കാണണല്ലോ, അതിന്റെ ആ വളർച്ചയും ആ കരുത്തും
കാണേണ്ടത് തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിന് എന്ത് സന്തോഷം അറിയാം ഇത് കാണുമ്പോൾ. അപ്പൊ അത് തന്നെയാണ് കർഷകർ ആ ഒരു സന്തോഷം, ഈ ആ ഒരു സംസാരത്തിൽ നിന്ന് സന്തോഷം ഒരു സന്തോഷമുണ്ട്. കാരണം കാർഷിക മേഖല ഇങ്ങനെ മഞ്ഞളിപ്പൊക്കെ ബാധിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു ശാശ്വത പരിഹാരവുമായിട്ടാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ വരുന്നത്. ആ കവുങ്ങിൻ തോട്ടത്തിലേക്ക് നമുക്ക് പോകാം. ആ കവുങ്ങ് നമുക്ക് കാണാൻ പറ്റും. വെറും 15 മാസമേ ആയിട്ടുള്ളൂ ആ കവുങ്ങ്. അതിന്റെ വളർച്ചയും അതിന്റെ തൊട്ടപ്പുറത്ത് വെച്ച കവുങ്ങുകളൊക്കെ അവിടെയുണ്ട്. പക്ഷെ നമ്മുടെ ഇതിന്റെ വളർച്ചയും അതിന്റെ പച്ചപ്പും വളരെയധികം ഇത് ഒരു റോഡ് സൈഡ് തന്നെയാണ്. ആൾക്കാരുകൾ നോക്കിയിട്ട് ഈ വളപ്രയോഗത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പോലും പോകുന്നുണ്ട് അല്ലേ? ഉണ്ട്, പലരും കാണാൻ വരുന്നുണ്ട്, തോട്ടം കാണാൻ വരുന്നുണ്ട്. അവർക്കെല്ലാം കണ്ട് വളരെ സന്തോഷം. അവരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഇതിന് ലേബർ കോസ്റ്റ് എങ്ങനെ വരുന്നുണ്ട്? നമുക്ക് സാധാരണ വളപ്രയോഗം ഇടുന്നതിൽ കുറവ് അതിനേക്കാളും രാസവളം പിന്നെ ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ വളരെ കുറവാണ്. നമ്മളിപ്പോ ഈ പറമ്പിലെ കാര്യം പറഞ്ഞ 10-15 കൊല്ലമായിട്ട് രാസവളം ഉപയോഗിക്കുന്നില്ല, ജൈവവളം തന്നെയാണ്. പക്ഷെ അതിനും വെച്ച് കഴിഞ്ഞാലും നമുക്ക് ലേബർ കോസ്റ്റ് കുറവാണ്. ലേബർ കോസ്റ്റ് വളരെ 25% മുതൽ 40%-ലധികം ലേബർ കോസ്റ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് ഈ വളപ്രയോഗം കയ്യിൽ പിടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കവുങ്ങിന്റെ വീഡിയോകളും ഈ പറമ്പുമായിട്ടുള്ള നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ വീക്ഷിക്കാം. ഒരിക്കൽ കൂടി ഈ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുക. സന്തോഷ് ചേട്ടൻ വരെ സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് കാർഷിക മേഖലയിൽ അല്ലേ? അതെ അതെ, കർഷകരോട് പറയാനുള്ളത് അതേ ഉള്ളൂ. ഏറ്റവും നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത് ഇതാണ് നമ്മുടെ അനുഭവത്തിൽ ഇപ്പം. അപ്പൊ അതുകൊണ്ട് കർഷകർ ഇത് ഏറ്റെടുക്കുക, കൃത്യമായി ഉപയോഗിക്കുക, അതിലൂടെ റിസൾട്ട് നേടുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു. നമുക്ക് ബാക്കി തോട്ടങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം.